എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിൻ ലിയു. റാണി ഗൈഡിൻ ലിയുവിനാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ ഡാഷിന് തുല്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് ഒരു ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല? കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത്. TK മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചത്? TK മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചത് ചരമഗതം. TK മാധവൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചതാണ് ചരമഗതം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദി. മിതവാദി പത്രമാണ് 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം. ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത? ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത ആര്യ പള്ളം. ആര്യ പള്ളമാണ് ആലപ്പുഴയിൽ 1938 തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരത്തിൽ പങ്കെടുത്ത വനിത. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നത്. കുട്ടൻകുളം സമരത്തിൻ്റെ നേതാവ്? കുട്ടൻകുളം സമരത്തിൻ്റെ നേതാവ് PK കുമാരൻ മാസ്റ്റർ. PK കുമാരൻ മാസ്റ്ററാണ് കുട്ടൻകുളം സമരത്തിൻ്റെ നേതാവ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം പ്രതിപാദിക്കുന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയൻ. സംസ്ഥാനങ്ങളുടെ യൂണിയനെ പറ്റിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം പ്രതിപാദിക്കുന്നത്. പ്രകൃത്യാലുള്ള കാന്തം? പ്രകൃത്യാലുള്ള കാന്തം ലോഡ് സ്റ്റോൺ. ലോഡ് സ്റ്റോൺ ആണ് പ്രകൃത്യാലുള്ള കാന്തം. ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ? ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ മാർഗറിൻ. മാർഗറിനാണ് ചോളത്തിൽ നിന്ന് വേർതിരിക്കുന്ന എണ്ണ. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം? സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ പേര് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂതാണ് സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1948 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത? ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ആരതി സാഹയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH85. NH85 ആണ് ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ്? കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബർ. വെബറാണ് കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര്? കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല. ത്രിഫല എന്നതാണ് കടുക്ക, താന്നിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടി പറയുന്നത്.
ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹഠാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയതാര്? രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസൻ. കാളിദാസനാണ് രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത്. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം മിസോസ്ഫിയർ. മിസോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലം. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദ്. ഹോക്കി താരമായിരുന്ന ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഞെള്ളാനി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? ഞെള്ളാനി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? ഏലം. ഏലത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് ഞെള്ളാനി. ലോകാരോഗ്യ ദിനം എന്നാണ്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചതാര്? മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചതാരാണ്? വക്കം മൗലവി. വക്കം മൗലവിയാണ് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത്. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത് MN ഗോവിന്ദൻ നായർ. MN ഗോവിന്ദൻ നായരാണ് കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത്. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥം. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥം സൾഫർ. റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ചേർക്കുന്നത് സൾഫറാണ്. യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92. 92 യുറേനിയത്തിൻ്റെ അറ്റോമിക നമ്പർ. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ. മെലാമൈനാണ് അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനു മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയ. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനു മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിനു മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം. ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം എസ്റ്റർ. എസ്റ്ററാണ് ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM ആണ് സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോ ലുമിനസെൻ്റ്. തെർമോ ലുമിനസെൻ്റ് ആണ് കളിമണ്ണുകൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി അറിയപ്പെടുന്നത്. കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം. കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1957. 1957 കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. ഏത് ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശ്ശീല വീണത്? ഏത് ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശ്ശീല വീണത്? മാവേലിക്കര. 1753 മാവേലിക്കര ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന്
തിരശ്ശീല വീണത്? പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ ആസ്ഥാനം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ ആസ്ഥാനം കൊച്ചിയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ ആസ്ഥാനം. കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളി. കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ. ഡോക്ടർ കെ അയ്യപ്പ പണിക്കറാണ് കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളി. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ അക്കിത്തമാണ് മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദപ്രകാരമാണ്? 21. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദപ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത്. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരമേത്? കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം പ്ലാശാണ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം. കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി PP ഉമ്മർകോയ. PP ഉമ്മർകോയയാണ് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം ഗ്രാമഭൂമിയാണ് സംസ്ഥാന ഗ്രാമവികസന വകുപ്പിൻ്റെ പ്രസിദ്ധീകരണം. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ഏത്? പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ്. ഏത് നേതാവിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്? ഏത് നേതാവിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് CV രാമൻപിള്ളയാണ് 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം. മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് ദന്തമകുടം, ക്രൗൺ. ദന്തമകുടം എന്നാണ് മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം അറിയപ്പെടുന്നത്. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത്? അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ONV കുറുപ്പ്. ONV കുറുപ്പാണ് അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനം. ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടതാര്? ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത് കൈലാഷ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളന് തുടക്കമിട്ടത്. പ്ലാസി യുദ്ധം നടന്ന വർഷം? പ്ലാസി യുദ്ധം നടന്നത് 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയേത്? കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി കാഞ്ചൻജംഗ കൊടുമുടിയിലാണ് കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്ററാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം. കൊല്ലവർഷം തുടങ്ങിയത് AD 825. AD 825 കൊല്ലവർഷം തുടങ്ങിയത്. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം ഏത്? ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗ്പൂരിൽ
പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗം കോൾ. ഉത്തരേന്ത്യയിലെ ഛോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന ഗോത്രവർഗമായിരുന്നു കോൾ. ഒരു ഗ്രോസ് എത്ര എണ്ണം? ഒരു ഗ്രോസ് എത്ര എണ്ണമാണ്? 144 എണ്ണം. ഒരു ഗ്രോസ് എന്നത് 144 എണ്ണമാണ്. ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അസം. അസമാണ് ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം? നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ എന്തിൻ്റെ അയിരാണ്? മെർക്കുറി. സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ? പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ. ചാർക്കോളാണ് പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാടകം വനസത്യാഗ്രഹം നടന്ന ജില്ല? കാടകം വനസത്യാഗ്രഹം നടന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കാടകം വനസത്യാഗ്രഹം നടന്നത്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം? തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലം അപകേന്ദ്ര ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണമായ ബലമാണ് അപകേന്ദ്ര ബലം. ഇന്ത്യയിൽ മിഷൻ ഭഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ മിഷൻ ഭഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം തെലങ്കാന. 2016 തെലങ്കാനയാണ് ഇന്ത്യയിൽ മിഷൻ ഭഗീരഥ എന്ന ശുദ്ധജല വിതരണ പദ്ധതി ആവിഷ്കരിച്ചത്. ഏത് സംവിധാനത്തിൻ്റെ ആപ്തവാക്യമാണ് സുരക്ഷായനം? ഏത് സംവിധാനത്തിൻ്റെ ആപ്തവാക്യമാണ് സുരക്ഷായനം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ് സുരക്ഷായനം. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസം? അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസം റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റിയാണ് അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തുവരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ? പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ നർത്തകി നടരാജ്. നർത്തകി നടരാജാണ് പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. പഞ്ചാബി ഭാഷയുടെ ലിപി? പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപിയാണ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ആസാം. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ആസാമിലാണ്. പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെപ്പറ്റിയുള്ളതാണ്? പവിഴമല്ലി എന്ന ചലച്ചിത്രം ആരെപ്പറ്റിയുള്ളതാണ്? സുഗതകുമാരി. പവിഴമല്ലി എന്ന ചലച്ചിത്രം സുഗതകുമാരിയെ പറ്റിയുള്ളതാണ്. ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോൻ അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങിയെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്. പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത്? പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത് വെട്ടം മാണി. വെട്ടം മാണിയാണ് പുരാണിക് എൻസൈക്ലോപീഡിയ എന്ന ഗ്രന്ഥം രചിച്ചത്. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം? ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകളാണ് ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലം.
കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരിതഗൃഹ വാതകങ്ങൾ എന്നാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം 2013. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമം. ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായിയാണ് ഏറ്റവും കുറച്ചു കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ് കോൺവെക്സ് ലെൻസുകൾക്കാണ് മധ്യത്തിൽ കനം കൂടുതലും വക്കുകൾക്ക് കനം കുറവുമായിട്ടുള്ള ലെൻസ്. നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യം അറിയപ്പെടുന്നത് ന്യൂ ഹൊറൈസൺസ് എന്നതാണ് നാസയുടെ പ്ലൂട്ടോ പര്യവേഷണ ദൗത്യത്തിൻ്റെ പേര്. ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് അയോണുകൾ എന്നതാണ് ചാർജുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത്. കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം ടിൻ അമാൽഗമാണ് കണ്ണാടിയുടെ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തം. മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC ആണ് മൂലകങ്ങൾക്കും ഓർഗാനിക് സംയുക്തങ്ങൾക്കും പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടന. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത്. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ടാണ് പുല്ലാട്ട് ലഹള ബന്ധപ്പെട്ടിരിക്കുന്നത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയിലാണ് ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ്. മഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി വർഗീസ് കുര്യനാണ് മഗ്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം ആണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം.
ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഫെബ്രുവരി 28-നാണ് ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത്. കുറിച്യ കലാപം നടന്ന വർഷം? കുറിച്യ കലാപം നടന്ന വർഷം 1812. 1812-ലാണ് കുറിച്യ കലാപം നടന്നത്. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ലോക്പാൽ എന്ന വാക്കിന് അർത്ഥം? ലോക്പാൽ എന്ന വാക്കിനർത്ഥം ജനസംരക്ഷകൻ. ജനസംരക്ഷകൻ എന്നതാണ് ലോക്പാൽ എന്ന വാക്കിൻ്റെ അർത്ഥം. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് റേവ സോളാർ പാർക്ക് സ്ഥാപിച്ചത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.